അരങ്ങേറ്റത്തിൽ ചരിത്രം എഴുതിയിരിക്കുകയാണ് കേപ്പ് വെർദെ. സൗദിയെ ഗോൾ രഹിത സമനിലയിൽ തളച്ചാണ് നോക്കൌട്ടിൽ കടന്നത്. കേപ്പ് വെർദെയുടെ നേട്ടം ഒരു മത്സരം പോലും തോക്കാതെയാണ്. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷ മാത്യു വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഞങ്ങൾ കുഞ്ഞന്മാരല്ല വമ്പന്മാരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു കേപ്പ് വെർദെ. സേതു, ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും, അതായത് ഒരു കൊല്ലം കോർപ്പറേഷന്റെ മാത്രം ജനസംഖ്യയുള്ളൊരു രാജ്യമാണ് ലോക നെറുകയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു ലോകകപ്പിന് യോഗ്യത നേടുന്നതിന്റെ പ്രധാന മത്സരത്തിൽ രാജ്യത്തിന് മുഴുവൻ അവധി കൊടുത്താണ് അന്ന് ആ മത്സരത്തിനെ അവർ വരവേറ്റത്. അങ്ങനെ വലിയ പിന്തുണ ലഭിച്ചതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അവരങ്ങനെ ലോകകപ്പിൻ്റെ വേദിയിലെത്തുന്നത്. അങ്ങനെ ലോകകപ്പ് വേദിയിലെത്തി ആദ്യ മത്സരത്തിൽ അവർ നേരിടുന്നത് സ്പെയിനെ ആയിരുന്നു. സ്പെയിനെ ഗോൾ രഹിത സമനിലയിൽ തളച്ചു. പിന്നീട് യുറുഗ്വേയുമായി 2-2 എന്ന സ്കോറിൽ സമനിലയിൽ തളച്ചു. അങ്ങനെ മൂന്നാമത്തെ മത്സരത്തിൽ സൗദി അറേബ്യക്കെതിരെ ഇറങ്ങുമ്പോൾ അവർക്ക് ഒരു ജയം അനിവാര്യമായിരുന്നു. പക്ഷേ സമാനമായ സെയിം സമയത്ത് തന്നെ യുറുഗ്വേയും സ്പെയിനും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ടായിരുന്നു. ആ മത്സരത്തിൽ യുറുഗ്വേ തോക്കുകൂടി ചെയ്തതോടെ കേപ്പ് വെർദെക്ക് സമനില മാത്രം മതിയായിരുന്നു ഈ അടുത്ത റൗണ്ടിലേക്ക് കടക്കാൻ. അങ്ങനെ ആ മത്സരത്തിൽ സമനില അവർ സ്വന്തമാക്കിയാണ് നിലവിലിപ്പോൾ റൗണ്ട് ഓഫ് 32 അഥവാ നോക്കൌട്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. എന്തായാലും കേപ്പ് വെർദെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രതിരോധ കോട്ട തന്നെയാണ് നമ്മൾ ഈ ഒരു ടൂർണമെൻറ്റിൽ 3 മത്സരങ്ങളിലും കണ്ടത്. അങ്ങനെ ആ ഒരു പ്രതിരോധം അവരെ ഇപ്പോൾ റൗണ്ട് ഓഫ് 32 എത്തിച്ചിരിക്കുകയാണ്. സൗദി അറേബ്യയോടുള്ള മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും നിരവധി അവസരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഗോളാക്കാൻ കഴിയാതെ പോയതാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വിജയത്തോടു കൂടി തന്നെ കേപ്പ് വെർദെക്ക് ഈ ഒരു റൗണ്ട് ഓഫ് 32 കടക്കാൻ കഴിയുമായിരുന്നു. എന്തായാലും വലിയൊരു അത്ഭുതമാണ് ഈ ലോകകപ്പിൽ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ ഈ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ അവിടെ നിന്ന് സ്പെയിനും യുറുഗ്വേയും ആയിരിക്കും റൗണ്ട് ഓഫ് 32 പോകുക എന്നുള്ളതാണ് എല്ലാവരും കരുതിയിരുന്നത്. ഒരുപക്ഷെ ഒരു തേർഡ് എന്ന നിലയിൽ സൗദി അറേബ്യയ്ക്കും ഒരു സാധ്യത കൽപ്പിച്ചിരുന്നു. പക്ഷേ അപ്പോഴാരും തന്നെ കരുതിയിരുന്നില്ല കേപ്പ് വെർദെ ഇതൊരു ടീം, ഒരു ആഫ്രിക്കൻ ടീം ഇവിടെ ഇത്തരത്തിലൊരു ചരിത്രം എഴുതുന്നുള്ള കാര്യം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. നമുക്കറിയാവുന്ന പോലെ തന്നെ കേപ്പ് വെർദെയുടെ ബൊസീഞ്ഞ അടക്കമുള്ള താരങ്ങളും അവരുടെ ചരിത്രവും അല്ലെങ്കിൽ അവരുടെ ജീവിത കഥയും ഒക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അങ്ങനെ അവർ ഇനി അവരൊരു കുഞ്ഞൻ രാജ്യം എന്ന് പറയാൻ കഴിയില്ല, വമ്പൻ രാജ്യമായി തന്നെ അവർ ഇപ്പോൾ റൗണ്ട് ഓഫ് 32 കടന്നിരിക്കുകയാണ്. സേതു, യെസ്, അതാണ് ഞങ്ങൾ കുഞ്ഞന്മാരല്ല എന്ന് പറഞ്ഞുകൊണ്ട് കേപ്പ് വെർദെ നോക്കൌട്ടിൽ പ്രവേശിച്ചിരിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് അല്ലേ?